പരിപ്പ് എടുത്തിട്ടുള്ളൊരു കാക്കിലാണ് രാവിലെ കുതിർത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഉള്ളി 2 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പരിപ്പ് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ 2 സ്പൂൺ പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മാറ്റി വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പരത്തിയിട്ട് നമ്മുടെ പരിപ്പുവടയുടെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ പരിപ്പുവട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.